ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അന്നത്തെ പരിപാടി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫസി രാവിലെ അണിച്ച് നല്ല കിടിലൻ കപ്പയും മത്തിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് തിരൂരിലേക്ക് പോകേണ്ട ചെറിയൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരൂർ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഫസിനോട് ബായും പറഞ്ഞ് നേരെ തിരൂരിലേക്ക് പോവുകയാണ്. ഞാൻ 3 ആഴ്ച മുമ്പ് തിരൂരിൽ നിന്ന് വാങ്ങിയ ഫോണാണ് ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയി ആകെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് തിരൂർ പോകുന്നത്. അങ്ങനെ 35 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അപ്പം നിന്നിട്ടാണ് ഞാൻ തിരൂർ വരെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. അങ്ങനെ ഞാൻ തിരൂരെത്തി ഗൾഫ് മാർക്കറ്റിൽ നിന്നാണ് ഞാൻ മൊബൈൽ വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ വാങ്ങിച്ച കടയിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് കംപ്ലൈൻറ്റ് നോക്കിയിട്ട് വിളിക്കാമെന്ന്. അങ്ങനെ ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ തൊട്ടടുത്ത് ഉണ്ണിയാൽ എന്ന് പറയുന്ന ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബസ്സും പിടിച്ച് ഞാൻ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിലൂടെ നമ്മൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും മൈൻഡാക്കാതെ നമ്മൾ റിലാക്സ് ആയി മുന്നോട്ട് പോവുക. അങ്ങനെ ഞാൻ നമ്മുടെ ഉണ്ണിയാൽ ബീച്ച് എത്തിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായ ബീച്ച് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും തിരൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി സന്ദർശിച്ചോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വരുംകാല ബിസിനസ്മാരും ഡോക്ടർമാരും അവിടെ ഇരുന്ന് കളിക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് അവരോട് ബായും പറഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും നിരാശയോടെയുമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ വീടെത്തിയതും ഫസി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നല്ല ചിക്കൻ കറിയും നല്ല തുവരപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ച് വന്ന് നേരെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോ.